line parallel to both HP and VP, line perpendicular to HP, line perpendicular to VP, line inclined to HP and parallel to VP, line inclined to VP and parallel to HP. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP യിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടവർ മിനിമം കാണുമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. എന്താണ് ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ബോർഡ് യൂസ് ചെയ്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെന്ന്. അതിൽ ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP, ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP, എബോവ് ഡിസ്റ്റൻസ് ഫ്രം HP രണ്ട് എൻഡിലും സെയിം ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് 20 ആണെങ്കിൽ എൻഡ് ബിയിലും 20 ആയിരിക്കും. ദാറ്റ് മീൻസ് ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP. അതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ മനസ്സിലാക്കി. ഫ്രണ്ട് വ്യൂ ഇവിടെ ഫോം ചെയ്യും VP യിൽ, ടോപ്പ് വ്യൂ HP യിൽ ഫോം ചെയ്യും. ഈ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്ലെയിനിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും, XY ലൈന് പാരലായിരിക്കും. ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും, XY ലൈന് പാരലാണ്. ഇനി അടുത്ത കേസ് ലൈൻ പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ പ്ലെയിൻ. ഇത് പെർപെൻഡിക്കുലർ ടു HP ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഈ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ VPക്ക് പാരലായിരിക്കും. അതായത് ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 10 mm ആണെങ്കിൽ താഴെയും അത് എല്ലാ പോയിന്റ്സും 10 mm ഇൻഫ്രണ്ട് ആയിരിക്കും. അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പാരലൽ ടു VP എന്ന് പറയേണ്ട ആവശ്യമില്ല. പെർപെൻഡിക്കുലർ ടു HP ആണെങ്കിൽ പാരലൽ ടു VP ആയിരിക്കും. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ ലൈനാണ് കിട്ടുക, അത് ട്രൂ ലെങ്ത് ആയിരിക്കും. ടോപ്പ് വ്യൂ എയും ബിയും കൂടെ ഒരു പോയിന്റ് ആയിരിക്കും. അതിൽ നമ്മൾ മുകളിലത്തെ പോയിന്റ് ഏതാണോ അതിൻ്റെ ബ്രാക്കറ്റിലാണ് താഴത്തെ പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അല്ലെങ്കിൽ A, B അല്ലെങ്കിൽ AB ഒരുമിച്ച് എഴുതുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ A ബ്രാക്കറ്റ് B കൊടുക്കുന്നതാണ് A ആണ് വിസിബിൾ. മുകളിൽ നോക്കുമ്പോൾ A അല്ലേ കാണൂ, A അല്ലേ ഒബ്സർവർ നിയർ ആയി കിടക്കുന്നത്. ഓക്കെ, B താഴെയുള്ള പോയിന്റ് ആണ്. അപ്പോൾ A ബ്രാക്കറ്റിൽ B അല്ലെങ്കിൽ A, B എന്ന് നെയിം ചെയ്യാം. അല്ലെങ്കിൽ AB രണ്ട് പോയിന്റ് ഉണ്ട്, കോമ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, രണ്ട് പോയിന്റ്സും നെയിം ചെയ്യണം, A മാത്രം കൊടുക്കരുത്. കാരണം അവിടെ ആക്ച്വലി അത് ഒരു ലൈൻ ഒരു പോയിന്റ് ആയിട്ടാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ആ പോയിന്റ് ആയിട്ടാണ് ലൈൻ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ ലൈൻ. ഇത് ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, ഇവിടെ ട്രൂ ലെങ്ത് ആണ്, ട്രൂ ലെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് അല്ല, ഒരു ലൈൻ അല്ല, ഒരു പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ലൈൻ ഇൻക്ലൈൻ ടു, ഇനി പെർപെൻഡിക്കുലർ ടു HP VP ഇത് തന്നെയായിരിക്കും. നേരത്തെ തന്നെ നേരെ റിവേഴ്സ് ആയിട്ട് വരും. ഇൻക്ലൈൻ ടു HP, ഇൻക്ലൈൻ θ ഡിഗ്രി ടു HP. ഈ ആംഗിൾ θ ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണ്. ഇതും 30 ആണ്, ഇതും 30 ആണ്. ബട്ട് എബോവ് ഡിസ്റ്റൻസ് ഇവിടെ 10 ആകുമ്പോൾ ഇവിടെ 50 ആയി മാറും. അതായത് ലൈൻ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആണ്. അതായത് ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് HP ആയിട്ട് മേക്കിംഗ് ആംഗിൾ θ ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും, A', B'. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെയാണ് ഫോം ചെയ്യുക, AB. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. കാരണം ഈ ലെങ്ത് തന്നെയാണ് ഇവിടെയും കിട്ടുക. ടോപ്പ് വ്യൂ അങ്ങനെയല്ല. ടോപ്പ് വ്യൂ ഈ ഇൻക്ലിനേഷൻ വരുന്നത് കൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡായിരിക്കും ഇത്. ഇവിടെ കാണുന്ന ഇതൊരു ട്രയാങ്കിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡല്ലേ വരുന്നത്. അപ്പോൾ അത് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഇൻക്ലിനേഷനെ ഡിപ്പെൻഡ് ചെയ്യും ഈ ABയുടെ ലെങ്ത്. ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആകുമ്പോഴുള്ള ലെങ്ത് ആയിരിക്കില്ല 45 ഡിഗ്രി ആകുമ്പോൾ. അങ്ങനെ ഇൻക്ലിനേഷൻ ഇൻക്രീസ് ചെയ്ത് 90 ഡിഗ്രി ആകുമ്പോൾ ഈ AB ഒരു പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ലൈൻ പെർപെൻഡിക്കുലർ ടു HP ആയിട്ട് മാറും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് A', B' മേക്കിംഗ് θ ഡിഗ്രി വിത്ത് HP. ടോപ്പ് വ്യൂ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ അപ്പാരന്റ് ലെങ്ത് റെഡ്യൂസ്ഡ് ലെങ്ത് എന്നൊക്കെ പറയും. ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് അല്ല, ബട്ട് ഇവിടെ എന്ത് കിട്ടും, ട്രൂ ലെങ്ത് കിട്ടും. ഇൻക്ലൈൻ ടു HP ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇൻക്ലൈൻഡ് ആയിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. ടോപ്പ് വ്യൂ പാരലൽ ടു XY ലൈൻ ആൻഡ്
റെഡ്യൂസ് ലെങ്ത് ആയിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ഇത് പാരലൽ ടു എക്സ് വൈ ലൈനാണ്. ഇത് പാരലൽ ടു എക്സ് വൈ ലൈൻ കിട്ടാത്തത് മനസ്സിലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുക. എന്തുകൊണ്ടാണ് അത് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ആണ് കാണുക, ഈ ഡിസ്റ്റൻസ്. ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 30 ആണ്. അത് ഇവിടെ എത്തുമ്പോഴും 30 ആണ്. അതുകൊണ്ടാണ് എൻഡ് എയും എൻഡ് ബിയും ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ടാണ് ഈ ലൈൻ പാരലൽ ടു റഫറൻസ് ലൈനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വരാത്തത് എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ എക്സ് വൈ ലൈനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും എബോവ് ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ആ ഡിഫറൻസ് ആ ഒരു ഇൻക്ലിനേഷനിലാണ് കാണുന്നത്. ഇനി അടുത്തത് ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ഓക്കെ, അത് എച്ച് പിക്ക് പാരലാണ്. എച്ച് പിക്ക് പാരലാകുമ്പോൾ ഇവിടെ നമുക്ക് അതായത് എച്ച് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും സെയിം ആണ്. രണ്ടും 30 ആയിട്ട് എടുക്കുക. അപ്പോൾ സെയിം ആണ്. ഇനി വി പിയിലേക്കുള്ള ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഇവിടെ 10 ആകുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ 10 ആണ്. അത് 50 ആണെന്ന് കരുതും. അപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആണ്, പാരലൽ ടു എച്ച് പി ആണ്. അതിൻ്റെ പ്രൊജക്ഷൻ വരിക നിങ്ങൾ പ്രോബ്ലം ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്തവർ. എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ എന്താണ്, ട്രൂ ലെങ്ത് ആയിരിക്കില്ല, റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും. കാരണം അത് ഈ ഇൻക്ലിനേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് നേരെ ലൈൻ അത് ജസ്റ്റ് ആനിമേഷൻ നമുക്ക് നേരെ ബോർഡിലേക്ക് പോവാം. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എ എടുക്കുകയാണെങ്കിൽ എയുടെ എബോ ഡിസ്റ്റൻസ് സേ 10, ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 20 എന്ന് കരുതുക. ബിയുടെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 20 ആണോ? അല്ല, ഗ്രേറ്റർ ദാൻ 20 ആണ്. അതൊരു 50 ആണെന്ന് കരുതുക. അതേപോലെ ബിയുടെ എബോ ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി അത് 45 ആണെന്ന് കരുതുക. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ലൈൻ പാരലൽ ടു ഒരു പ്ലെയിനും വരുന്നില്ല. ലൈൻ ഇൻക്ലൈൻ തീറ്റ ഡിഗ്രി ടു എച്ച് പി ആൻഡ് 5 ഡിഗ്രി ടു വി പി. വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 തീറ്റ ഡിഗ്രി വിത്ത് എച്ച് പി. ഇതിന് പ്രൊജക്ഷൻ നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ വീഡിയോ നോക്കി ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്. കാരണം ഈ ഇൻക്ലിനേഷൻ പ്രോബ്ലം തന്നിട്ടുണ്ടാവും, ലൈനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടാവും, പിന്നെ എയുടെ പൊസിഷൻ തന്നിട്ടുണ്ടാവും, പിന്നെ വിത്ത് റെസ്പെക്ട് എച്ച് പി ആൻഡ് വി പി എയുടെ പൊസിഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ കിട്ടും. ചില കേസിൽ ലൈനിൽ ലെങ്ത് തരാതെ ഈ ബിയുടെ പൊസിഷൻ തരും, ഇൻക്ലിനേഷൻ തരും. അങ്ങനെ അത് പല രീതിയിൽ നമുക്കത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ബട്ട് ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഫ്രണ്ട് വ്യൂ ഒരു റെഡ്യൂസ്ഡ് ലൈനാണ്. റെഡ്യൂസ്ഡ് ലൈൻ ആയിരിക്കുമല്ലോ, കാരണം എന്താ, ലൈൻ ഇൻക്ലൈൻ ടു വി പി ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ റെഡ്യൂസ്ഡ് ലൈനാണ്. ഇത് ട്രൂ ലെങ്ത് അല്ല, റെഡ്യൂസ്ഡ് ആണ്. ട്രൂ ലെങ്ത് ഈ സ്പേസിൽ കാണുന്ന ഈ ലൈൻ മാത്രമാണ് ട്രൂ ലെങ്ത്. ടോപ്പ് വ്യൂ ഇങ്ങനെ പ്രൊജക്ടേഴ്സ് വന്ന് ഇവിടെ ഫോം ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതും റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് അറിയില്ല. ഇത് റെഫറൻസ് ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നേരത്തെ സ്പേസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ അല്ല. കാരണം ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഒരു പ്ലെയിനിൽ കിട്ടുന്ന ആംഗിളാണ്. മറ്റൊരു സോളിഡ് ആംഗിളാണ്. അത് സ്പേസിൽ അത് എച്ച് പി വി പി മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഒക്കെ കൺഫ്യൂഷൻ വരും, ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാൻ പറ്റും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്. ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയല്ല ആൽഫയാണ്. ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ് ജസ്റ്റ് പറയാൻ പറ്റും എന്നല്ലാതെ നമുക്ക് ഈ പോയിന്റിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് എച്ച് പി ആൻഡ് വി പി, ട്രൂ ലെങ്ത് തീറ്റ ആൻഡ് 5 തന്നു കഴിഞ്ഞാൽ നമുക്കിത് വരയ്ക്കാൻ പറ്റില്ല. ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിന്റ് എയുടെ പൊസിഷൻ, പോയിന്റ് ബിയുടെ പൊസിഷൻ, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്, ടോപ്പ് വ്യൂയുടെ ലെങ്ത് ഒക്കെ തരണം. അതായത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലെങ്ത് തരണം. അല്ലാതെ ട്രൂ ലെങ്ത് തന്നു കഴിഞ്ഞാലും ട്രൂ ആംഗിൾ തന്നു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ പ്രൊജക്ടേഴ്സ് വന്ന് ഇങ്ങനെ ഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്കിത് വരയ്ക്കാൻ പറ്റില്ല. പകരം ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ആ മെത്തേഡാണ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറയും. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ഒക്കെ നിങ്ങൾ എന്നൊക്കെ പേരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈൻ റൊട്ടേഷൻ മെത്തേഡ്. ഇനി അതേപോലെ വേറൊരു മെത്തേഡ് ഉണ്ട്, പ്ലെയിൻ റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പ്ലെയിൻ. പ്ലെയിൻ റൊട്ടേഷൻ, റൊട്ടേറ്റിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ ട്രപ്പിസോയിഡ് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ അവസാനം പഠിക്കും. ഓക്കെ, കാരണം ഒരു 100% പ്രോബ്ലംസ് നമുക്ക് ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്
ചെയ്യാൻ പറ്റും. ചില സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലങ്ങൾക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡാണ് എളുപ്പമായിട്ട് വരിക. അത് അവസാനം പഠിക്കും. ഇനി ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് തന്നെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ലൈൻ റൊട്ടേഷൻ മെത്തേഡിലാണ് നമ്മൾ മിക്ക പ്രോബ്ലംസും ചെയ്യുക. ഈ മെത്തേഡ് എന്താണെന്ന് പഠിക്കണം. ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, അതിന് പേര് തന്നെ ഉണ്ട്, എളുപ്പമാണ്. ഓക്കെ, അത് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. ഇനി അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലൈൻ ഇൻക്ലൈൻ ടു HP ആകുമ്പോൾ നമുക്ക് മനസ്സിലായി ഫ്രണ്ട് വ്യൂ A', B' ഇൻക്ലൈൻഡ് ആണ്, ടോപ്പ് വ്യൂ പാരലൽ ആണ്. ഓക്കെ, ലൈൻ ഇൻക്ലൈൻ ടു VP ആകുമ്പോൾ ആൻഡ് പാരലൽ ടു HP ആകുമ്പോൾ ടോപ്പ് വ്യൂ ഇൻക്ലൈൻഡ്, ഫ്രണ്ട് വ്യൂ XY ലൈന് പാരലൽ. ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആണ്. ഇപ്പോൾ ഇവിടുന്ന് കാര്യം മനസ്സിലാക്കിയത്, ഒരു ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഓക്കെ, ആ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ, ലൈൻ ഇൻക്ലൈൻ ടു HP ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ആ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ വരുമ്പോൾ അത് റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ ഇവിടെയും റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP വരുമ്പോൾ ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ റെഫറൻസ് ലൈനിന് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, ആ രണ്ട് ലൈനിൻ്റെ ലെങ്ത് ട്രൂ ലെങ്ത് ആയിരിക്കില്ല. അതൊക്കെ എനിക്ക് ഇവിടുന്ന് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ നോക്കാൻ പറഞ്ഞത്. അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് പ്രൊജക്ട് ചെയ്ത ഈ B', A', ഈ A', B' മേക്ക് ചെയ്യുന്ന ഈ ലൈൻ, അതായത് ഫ്രണ്ട് വ്യൂ, ഇത് ABക്ക് ഇതിനേക്കാൾ സ്മോൾ ആയിരിക്കും ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ. സേ ഇത് 80 ആണെങ്കിൽ ഇത് ലെസ് ദാൻ 80 ആയിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഒബ്സർവ് ചെയ്ത് മനസ്സിലാവും. കാരണം ഇത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ടോപ്പ് വ്യൂ റെഡ്യൂസ്ഡ് ആയിരിക്കും, അതേപോലെ ഫ്രണ്ട് വ്യൂ റെഡ്യൂസ്ഡ് ആയിരിക്കും. രണ്ടും ഇൻക്ലൈൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഈ ഇൻക്ലിനേഷൻ തീറ്റ തന്നെയാണോ അല്ലെങ്കിൽ ഈ ഇൻക്ലിനേഷൻ ഫൈ തന്നെയാണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരുന്നത്. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ക്ലിയർ ആവും. ഞാനത് ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ നേരെ ബോർഡിലേക്ക് പോവാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത് വളരെ ശ്രദ്ധിച്ച് ഈ ക്ലാസ് മിസ്സായവർക്ക്, അല്ലെങ്കിൽ ഈ ക്ലാസ് ഇത് ശരിക്കും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുന്ന വീഡിയോസ് വരിക. കുറേ ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. 10-25ഓളം പ്രോബ്ലംസ് വരുന്നുണ്ട് ഈ ഒരു ലൈനിൽ. ഏറ്റവും കൂടുതൽ സമയം എടുക്കുക പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് ക്ലാസ് എടുക്കാൻ. ഒന്ന്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നത് കൊണ്ട്, പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറേ ടൈപ്പ് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. മറ്റതിനൊരു ലിമിറ്റ് ഉണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്. കാരണം സോളിഡ്സിൽ നമുക്ക് സോളിഡ്സിനെ മാറ്റുക, അല്ലെങ്കിൽ പൊസിഷൻസ് മാറ്റുക, അത്രയേ ഉള്ളൂ. ലൈൻ അങ്ങനെയല്ല. ലൈൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ഈ ക്ലാസ് മീൻസ് ക്ലിയർ ആകത്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വീഡിയോ അയച്ചു തരും. അതൊന്നുകൂടെ പോയി കാണാം. ഇതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ഇത് തന്നെ ഞാൻ യൂട്യൂബിലേക്ക് പബ്ലിക്കായിട്ട് വീഡിയോ ഇടും. പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആവുക. കാരണം അത് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ലൈവ് ക്ലാസ് കേട്ട് കഴിഞ്ഞ ശേഷം അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബേസ് വേണ്ടത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. ഇത് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ ഒന്ന് നോക്കുക. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സും പിന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും വീഡിയോസ് ഒന്നും കൂടെ കണ്ടത് ക്ലിയർ ആക്കി വെക്കുക. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, ഈ മെത്തേഡിനെ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് എന്നൊരു പേര് കൊടുത്തു. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് എന്ന് പേര് വന്നത്? ലൈൻ റൊട്ടേഷൻ, ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, അതായത് രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ. ഈ മെത്തേഡ് ഇത് ഹെഡിങ് കൊടുക്കുക. അതേപോലെ ചെയ്യുന്നതിന് റഫൈ ചെയ്യുമ്പോൾ പെയറിലേക്ക് വരുമ്പോൾ ഈ ഓർഡറിൽ ചെയ്യാം. രണ്ട് മെത്തേഡ് ഉണ്ട്. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡും പിന്നെ അടുത്തത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡും. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതിന് ട്രപ്പീസോയിഡ് മെത്തേഡ് എന്നൊക്കെ പറയും. അത് പിന്നീട് ഡിസ്കസ് ചെയ്യും. രണ്ട് മെത്തേഡാണ്, റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ആൻഡ് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ്. അതിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡാണ് ഞാൻ പറയുന്നത്. എളുപ്പമാണ്, ആ പേര് തന്നെ ഉണ്ട്. ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP അറിയാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അറിയാം, ടോപ്പ് വ്യൂ അറിയാം. ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ആക്ച്വലി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതായത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എ 20 mm above HP and 30 mm in front of VP. End A 20 mm above HP and 30 mm in front of VP. Line is inclined 30 degree to HP and 45 degree to VP. Length of the line is 80 mm. Draw the projection. Okay, if I draw the projections of a straight line 80 mm long, is inclined 30 degree to HP and 45 degree to VP if end A is 20 mm above HP and 15 mm in front of VP. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റിന്റെ ഈ പൊസിഷൻ തന്നിട്ടുണ്ട്, ഇൻക്ലിനേഷൻ വിത്ത് HP തന്നിട്ടുണ്ട്, ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഇൻക്ലിനേഷൻ വിത്ത് VP തന്നിട്ടുണ്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് HP VP ഈ പോയിന്റ് പൊസിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 5 ഡാറ്റാസ് 5 ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാനൊക്കെ പറ്റും. ഇൻഫിനിറ്റിന്ന് വിഷ്വൽ റേ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടി, അതേപോലെ ഇൻഫിനിറ്റിന്ന് വിഷ്വൽ റേസ് ഇങ്ങനെ വന്ന് ഈ ബിയിലൂടെ ഇവിടെ ബിയുടെ ഫ്രണ്ട് വ്യൂ കിട്ടി, A' B' യോജി എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VPനെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്, പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നു. അതായത് ആക്ച്വലി അത് ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമുക്ക് അറിയാവുന്ന ഒരു പൊസിഷനിലേക്കാണ് കൊണ്ടുവെക്കേണ്ടത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പൊസിഷൻ ഇതാണ്, ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP. ഓക്കെ, ഇനി അതിനെ ലൈൻ ഇൻക്ലൈൻ ടു HP ആക്കുന്നു. അടുത്ത സ്റ്റേജിൽ ലൈൻ ഇൻക്ലൈൻ ടു VP കൂടെ ആക്കുമ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. ഇതാണ് ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ്. ഓക്കെ, ബട്ട് ഞാൻ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്, കാരണം നമുക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഓൾറെഡി വരച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലൈൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സിമ്പിൾ പൊസിഷനായിട്ട് എടുക്കുന്നത്, ചില പറയാൻ കാരണം ചില ടെക്സ്റ്റ് ബുക്ക് ഇത് സിമ്പിൾ പൊസിഷനായിട്ട് എടുക്കുന്നുണ്ട്, ND ബട്ടൺ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP നമുക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ലൈൻ പാരലൽ ടു VP ആയിട്ട് ആദ്യം അസ്യൂം ചെയ്യുന്നു, എല്ലാം അങ്ങനെ കൊണ്ടുവരുന്നു. ഓക്കെ, എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? എൻഡ് A പൊസിഷൻ തന്നിട്ടുണ്ട്, എൻഡ് ബിയുടെ പൊസിഷൻ തന്നിട്ടില്ല. എൻഡ് ബിയുടെ പൊസിഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഇൻക്ലിനേഷനെയും ഈ ട്രൂ ലെങ്തും അറിയുന്നതനുസരിച്ചാണ് എൻഡ് ബിയുടെ പൊസിഷൻ വരിക. ഓക്കെ, എൻഡ് ബിയുടെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇൻക്ലിനേഷൻ വിത്ത് HP യും പിന്നെ എൻഡ് ബിയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് HP ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് HP യും ഈ ലൈനിന്റെ ലെങ്തുമാണ്. അത് VP ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് VP ആയിട്ടുള്ള ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഇൻക്ലിനേഷൻ വിത്ത് VP യും പിന്നെ ലൈനിന്റെ ലെങ്തുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ എൻഡ് A ഫിക്സ് ചെയ്തുകൊണ്ട് A ഫിക്സ് ചെയ്യാണ്. അതായത് A 20 mm എബോവ് ആണ്, 15 mm ഇൻ ഫ്രണ്ട് ആണ്. അത് ഫിക്സ് ചെയ്തുകൊണ്ട് ലൈനിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഒരു ഇനീഷ്യൽ ഒരു സിമ്പിൾ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റൂലേ? കാരണം നമുക്ക് എൻഡ് A അറിയാം, A' കിട്ടും. പിന്നെ ലൈനിന്റെ ഇൻക്ലിനേഷൻ വിത്ത് HP തന്നിട്ടുണ്ട്, അപ്പോൾ ആ ഇൻക്ലിനേഷൻ ലൈൻ വരയ്ക്കാൻ പറ്റും. എൻഡ് B കിട്ടാൻ വേണ്ടിയിട്ട് ബിയുടെ പൊസിഷനോ അല്ലെങ്കിൽ ട്രൂ ലെങ്തോ തരണം. ഇവിടെ ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു 80 mm തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? A' B' വരയ്ക്കാൻ പറ്റും. അതിന്റെ ടോപ്പ് വ്യൂ XY ലൈന് പാരലായിട്ട് 15 mm ഇൻ ഫ്രണ്ട് ആയിട്ട് AB വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലിനേഷൻ വിത്ത് HP മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VPനെ പാരലൽ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും. ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് ആണ്, എയുടെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 15 ആണ്, ട്രൂ ലെങ്ത് 80, ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. ഈ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും, അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. ഇനി ഇതിനെ തിരിച്ച് ഇത് രണ്ടും ചെയ്ത് വെക്കും, അത് രണ്ടും നമ്മൾ വരച്ചു വെക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ആദ്യം ഫസ്റ്റ് കേസ് എടുക്കുന്നു. ഇപ്പോഴിങ്ങനെയാണ്, ഈ ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്യുന്നൊക്കെ ഇവിടെ പറഞ്ഞുതരാം. ഒബ്സർവ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് ആ ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഈ ഫൈനൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും. തിരിച്ചിതും കൊണ്ടുവരും, ഈ രണ്ട് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു, അത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇനി ഇത് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പം ഈ ഗ്രാഫിക്സിൽ ഞാൻ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു 50% സ്റ്റുഡൻസിന് അത് വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലാകണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇത് രണ്ടാമതായിട്ട് ഇതെങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരും. ഓക്കെ, ചിലർക്ക് അതിനായിരിക്കും താല്പര്യം. ഈ ബൈഹാർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഇത് രണ്ടും കൂടെ യൂസ് ചെയ്ത് ഇത് എങ്ങനെ എന്താണ് ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ, എൻ്റെ എ എൻ്റെ ബിയുടെ പൊസിഷൻ, സോറി എൻ്റെ എയുടെ വിത്ത് റെസ്പെക്ട് എച്ച് പി വിത്ത് റെസ്പെക്ട് വി പി പൊസിഷൻ, ഇൻക്ലിനേഷൻ തീറ്റ വിത്ത് എച്ച് പി, അതായത് 30 ഡിഗ്രി വിത്ത് എച്ച് പി ആൻഡ് 45 ഡിഗ്രി വിത്ത് വി പി, ട്രൂ ലെങ്ത്. അപ്പോൾ നിങ്ങൾ കരുതും അതോടെ ലൈനിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ, കാരണം ഒരു ക്വസ്റ്റ്യനിലേ കാണുന്നുള്ളൂ. അങ്ങനെയല്ല. അവിടെയാണ് ഇനി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പം ലൈനിന്റെ ലെങ്ത് മാറ്റാം, ഇൻക്ലിനേഷൻ മാറ്റാം, എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് എച്ച് പി വി പി ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ കരുതി വെക്കും. അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ആൻസർ ഉണ്ടാവും. ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ഫ്രണ്ട് വ്യൂ ടോപ്പിൽ ഉണ്ടാവും. ആ ആൻസർ നിന്നാണ് പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തന്നിരിക്കുന്ന ഈ 5 ഡാറ്റ, അതായത് എബോവ് ഡിസ്റ്റൻസ് എ, ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് എ, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, പിന്നെ ഇൻക്ലിനേഷൻ വിത്ത് വി പി, ട്രൂ ലെങ്ത്, ഇത് ഈ 5 എണ്ണം അല്ലാതെ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഫ്രണ്ട് വ്യൂ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ടല്ലോ, ടോപ്പ് വ്യൂ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്തിന് പകരം ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് ആയി, അല്ലെങ്കിൽ എയുടെ പൊസിഷൻ തരാതെ വേറെ 5 ഡാറ്റാസ്, അതിലൊന്ന് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് ഉണ്ടാവും, ടോപ്പ് വ്യൂയുടെ ലെങ്ത് ഉണ്ടാവും. ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും സംടൈംസ് തരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാനൊന്നും വരയ്ക്കാൻ പറ്റില്ല. അത് വളരെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നിരിക്കുന്ന ഈ കണ്ടീഷനിലുള്ള ഈ ലൈനിന്റെ പ്രൊജക്ഷൻ നമുക്ക് റഫായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, എൻ്റെ എയുടെ വിത്ത് റെസ്പെക്ട് എച്ച് പി വി പി പൊസിഷൻ, തീറ്റ ഫൈ ആൻഡ് ട്രൂ ലെങ്ത് തന്നാൽ എങ്ങനെ അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുന്നു റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആ ഫിഗർ നമ്മളൊരു റഫറൻസ് ഫിഗറായിട്ട് സൈഡിൽ വരയ്ക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വാഡ്രന്റ് ചേഞ്ച് ആയാലും ഒന്നും നമുക്ക് പ്രശ്നമായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് എന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമുക്ക് കോംപ്ലിക്കേറ്റ് ആയി കിടക്കുന്ന ഈ കണ്ടീഷനിലുള്ള പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ പ്ലെയിൻ കൊണ്ടുവരും, അതൊരു പൊസിഷൻ. ലൈൻ പാരലൽ ടു അതർ പ്ലെയിൻ കൊണ്ടുവരും, അതൊരു പൊസിഷൻ. അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പിയിലേക്ക് എത്തുന്നത്. ഇനി അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ സൈഡിൽ നോട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. റഫായിട്ട് വരയ്ക്കുന്നേക്കാളും ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പോകും. എ ഡാഷ്, അതായത് എബോവ് ഡിസ്റ്റൻസ് 20 mm എബോവ് എച്ച് പി എന്നാണ് വന്നിരിക്കുന്നത്. എബോവ് എച്ച് പി ആയതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ആരോ കൊടുക്കും. ഈ മുകളിലേക്ക് ആരോ കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ലൈനിന് മുകളിലാണെങ്കിൽ, ഇത് ബിലോ ആണെങ്കിൽ ഞാൻ താഴേക്ക് ആരോ കൊടുക്കും. ഓക്കെ, എ ഡാഷിന്റെ ടോപ്പ് വ്യൂ ആണ്. എ പ്രോബ്ലം തന്നിട്ടുണ്ട് 15 mm ഇൻഫ്രണ്ട് ആണ്. ഇൻഫ്രണ്ട് തന്നെ എക്സ് വൈ ലൈൻ താഴെയാണ്. അതൊക്കെ ഇനി പഠിച്ചു പോകണം, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരണം. എക്സ് വൈ ലൈന് താഴെയാണ്. ഈ ബിഹൈൻഡ് എന്നാണ് തന്നെങ്കിലോ ഞാനത് മുകളിലേക്കാണ് കൊടുക്കുക. അപ്പോൾ എക്സ് വൈ ലൈന് മുകളിലായിരിക്കും ഉണ്ടാകുക. ഇതാണ് രണ്ടാമത്തെ ഡാറ്റ. മൂന്നാമത്തെ ഡാറ്റ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ മീൻസ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്തേക്കണം, ഞാൻ പറയാം. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ഈസ് ഡിനോട്ടഡ് ബൈ തീറ്റ. നാലാമത്തത് ഫൈ ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ്, അത് 45 ഡിഗ്രി. അഞ്ചാമത്തത് ട്രൂ ലെങ്ത് ഈക്വൽ ടു 80 mm. ഇത്രയും ഡാറ്റാസ് ആണ് നമുക്ക് പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ 5 എണ്ണം. അപ്പോൾ ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ ഏത് പ്രോബ്ലം എടുത്താലും
ഇതേപോലെ 5 ഡാറ്റ ഉണ്ടാകും. 5 ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇനി ഇത് 4 തന്നെങ്കിൽ ഒന്നുകിൽ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് അസ്യൂം ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമുക്കെന്ത് തിൻ ലൈൻ ഞാനിവിടെ റെഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നു. തിക്ക് ലൈനാണ് ബ്ലൂ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. ഇവിടെ റഫറൻസ് ലൈന് വരയ്ക്കുന്നു. റഫറൻസ് ലൈന് വരച്ചു. നമുക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് മാർക്ക് വരുന്നത്. ഗിവൺ ഡാറ്റ പ്ലോട്ട് ചെയ്തതിന് 20 ഒരു 4-5 മാർക്ക് വരെ കിട്ടും. എന്ന് പറഞ്ഞാൽ A' A ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം 20 mm എബോ, അപ്പോൾ 20 mm എബോ ആയിട്ട് ഇവിടെ ഒരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുമ്പോൾ 20 mm എബോ 15 mm ബിലോ ആയിട്ട് നമുക്ക് A' എയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. A'. ഓക്കെ, ഇനി A' ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു തിൻ ലൈൻ വരയ്ക്കുക. എപ്പോഴും നമ്മളൊരു പോയിന്റിന്റെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു പ്രൊജക്ടർ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ച് വെക്കുക. ഇതാണ് എക്സ് വൈ. ഓക്കെ, കാരണം ഇതിലൊക്കെ ഇതിന്റെ പോയിന്റ്സ് ഒക്കെ വരും. കാരണം ഇത് വരയ്ക്കാൻ കാരണം ലൈൻ ഇൻക്ലൈൻ ടു 1 പ്ലെയിൻ ആകുമ്പോൾ ടോപ്പ് വ്യൂ ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തു. ഇത്രയും ഡാറ്റ നമുക്ക് ഓൾറെഡി ഗിവൺ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ കണ്ടീഷനിലേക്ക് വരികയാണ്. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VPനെ ഞാൻ എൻ്റെ എനിക്ക് തന്നിട്ടുണ്ട്, A' അറിയാം. ആ ഗിവൺ പോയിന്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക്, ഇതാണ് B' എന്നുള്ള പൊസിഷനാണിത്. അതിൽ നിന്ന് പുതിയൊരു പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ പോയിന്റിന്റെ ഇപ്പോൾ സ്പേസിലുള്ള പേര് B ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഞാൻ അതിന് B1 എന്ന് കൊടുത്തു. മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ പൊസിഷൻ മാറി പുതിയ പൊസിഷനിലേക്ക് വന്നതുകൊണ്ട് അതിന് B1 എന്ന് കൊടുത്തു. ഇപ്പൊ ഈ ലൈനിന്റെ പേര് AB1 എന്നാണ്. ഓക്കെ, ഇനി ഈ AB1ന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കണം. അതിന് നമുക്ക് തന്നിരിക്കുന്നത് A' അറിയാം, പിന്നെ ഇൻക്ലിനേഷൻ വിത്ത് HP θ = 30 ഡിഗ്രി, ലൈനിന്റെ ട്രൂ ലെങ്ത് അറിയാം. ഇത് ഓൾറെഡി നിങ്ങൾ വരച്ചതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നു. അതായത് നമുക്കറിയാം ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രിയിൽ ഞാൻ അപ്രോക്സിമേറ്റ്ലി എടുക്കുകയാണ്. 30 ഡിഗ്രിയിൽ 80 mm. ഈ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി, ഈ ലൈനിന്റെ ലെങ്ത് 80 mm. 80 mm ഇവിടെ B1' ലൊക്കേറ്റ് ചെയ്തു. B1' പേര് വരാൻ കാരണം ഇത് ബിയിൽ നിന്ന് B1ലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. പുതിയ പൊസിഷനാണ്. B1' ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഈ ഇതിലൂടെയും ലോക്കസ് ലൈൻ വരയ്ക്കണം. തിൻ ലൈൻ ചെയ്യും, കാരണം ഇത് പോയിന്റിന്റെ ലോക്കസ് ആണ്. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് പറയാൻ പറ്റില്ലേ? ടോപ്പ് വ്യൂ എന്താണ്? ഇതിന് നേരെ താഴെ പ്രൊജക്ടർ ലൈൻ വരുമ്പോഴല്ലേ പാരലൽ ടു VP അല്ലേ? അപ്പൊ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പൊ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഇവിടെ 15 തന്നിട്ടുണ്ടല്ലോ. ഇത് 15 ആണ്, ഇത് 20 ആണ്. അപ്പൊ ഈ 15 ഇൻഫ്രണ്ട് ആയിട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു പോയിന്റ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒരു പ്രൊജക്ടറിലായിരിക്കും നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യുക. ഈ പോയിന്റ് B അല്ല, B1 ആണ്. B1. ഇത് ക്ലിയർ ആയോ? ഇത് ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞതാണ്. ഇത്രയും ചെയ്തു വെക്കുക. ഓക്കെ, B1. അപ്പൊ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ സൈഡ്, അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി എടുക്കുന്നെങ്കിൽ ഈ ലെങ്ത് കൂടിയ ഈ സൈഡില്ലേ, ഇതാണ് ട്രൂ ലെങ്ത് ആയിട്ടുള്ള ലൈൻ കൺസിഡർ ചെയ്യുക. ഇത് എൻഡ് A, ഇത് എൻഡ് B. ഓക്കെ, അത് പാരലൽ ടു VP ആകുമ്പോൾ, അതായത് VPക്ക് പാരലാണ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. ഈ ട്രയാങ്കിൾ തന്നെയായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. കാരണം പ്രൊജക്ടേഴ്സ് ഇങ്ങനെ വരണം,
പ്രൊജക്ടേഴ്സ് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഈ റെഫറൻസ് ലൈൻ ആയിരിക്കും ഇത്, ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ വരും. ഈ ആംഗിൾ ആണ് ഇതിന്റെ ഇൻക്ലിനേഷൻ. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ആയിരിക്കും. അപ്പോൾ ടോപ്പ് വ്യൂ എന്തായിട്ടുണ്ടാവും, റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ലൈനിന്റെ റിഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ആംഗിളിലാണ്. ഇതിപ്പോൾ 30 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇത് 80 mm ആണെങ്കിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രി യൂസ് ഫൈൻഡ് ചെയ്യാൻ തന്നെ പറ്റും ഈ ലെങ്ത് എത്രയായിരിക്കും. ഓക്കെ, ഇനി ആ ഇൻക്ലിനേഷൻ കൂടുന്നതനുസരിച്ച് ഈ ലെങ്ത്, ടോപ്പ് വ്യൂയുടെ ലെങ്ത് റെഡ്യൂസ് ചെയ്ത് അവസാനം വെർട്ടിക്കൽ ആകുമ്പോൾ ഒരു പോയിന്റ് ആവും. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഈ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ആ സെറ്റ് സ്ക്വയർ ഇതെടുക്കും, ഇത് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ലൈൻ എൻഡ് എ, എൻഡ് ബി, ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണ് ഇങ്ങനെ കിടക്കുന്നത്. ആ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, രണ്ട് എൻഡിന്റെയും. ടോപ്പ് വ്യൂ ഇവിടെ ബി കിട്ടും, ഇവിടെ എ കിട്ടും. ആ ടോപ്പ് വ്യൂ ആണ് ഇത് എക്സ് വൈ ലൈന് പാരലായിട്ട് എ ബി വൺ ആയി കിട്ടിയിരിക്കുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റേജിൽ ഞാനിത് ചേഞ്ച് ചെയ്യുന്നു. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണല്ലോ, അതിനെ പാരലൽ ടു എച്ച് പി ആക്കുന്നു. അതായത് പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 15 mm ഇൻഫ്രണ്ടും 20 mm എബോ ആണ്. അപ്പോൾ ഇത് ഈ ഇൻക്ലിനേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 80 mm ഇനിയും ബേസ് ചെയ്തുകൊണ്ട് ഒരു പൊസിഷനിലാണ് കിടക്കുന്നുണ്ടാവുക. എന്തായാലും അത് ഗ്രേറ്റർ ദാൻ 20 ആയിരിക്കും. അതിനെ ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു എച്ച് പി ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റും സെയിം ആയി ഇൻക്ലൈൻ ടു എന്തായിരിക്കും, വി പി ആയിരിക്കും. ഇൻക്ലൈൻ ടു വി പി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഇത് ബിയിൽ നിന്ന് ഇവിടെ B1 ആയി, ബിയിൽ നിന്ന് B2, ഈ AB2 എന്ന് പറയുന്ന ലൈനായി മാറി. AB2, ഈ AB2ന്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അത് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കില്ല, ഞാൻ ഇതിൽ തന്നെ വരയ്ക്കും. ഈ ഒരു ഇതിൽ തന്നെ, ഈ കോമൺ റെഫറൻസ് ലൈൻ തന്നെ വരയ്ക്കുകയാണ്. അതെങ്ങനെയായിരിക്കും? AB2, എയുടെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 15, എയുടെ എബോവ് ഡിസ്റ്റൻസ് 20. അപ്പോൾ എ ഡാഷും എയും സെയിം അല്ലേ, ഇത് മാറ്റുന്നില്ലല്ലോ. എയുടെ പൊസിഷൻ ഫിക്സ് ചെയ്തിട്ടാണല്ലോ ഞാൻ ഈ രണ്ട് ലൈനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. AB-നെ AB1 ആക്കിയതും AB-നെ AB2 ആക്കിയിരിക്കുന്നതും എ ഫിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വരയ്ക്കാൻ പറ്റൂലേ? എന്തായിരിക്കും ഈ ലൈനിന്റെ ലെങ്ത് 80 എന്നറിയാം. ഈ ഇൻക്ലിനേഷൻ വിത്ത് വി പി അതെത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 45 ഡിഗ്രിയിൽ 80 mm ലോങ് ലൈനായിട്ട് 45 ഡിഗ്രി, ഞാൻ കറക്റ്റ് ഒന്നല്ല എടുക്കുന്നത്, ജസ്റ്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, ലെങ്ത് അല്ല, ആംഗിൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് 45 ഡിഗ്രിയിൽ 45 ഡിഗ്രിയാണ്. ഈ ലൈനിന്റെ ലെങ്ത് 80 ആണ്. അതേപോലെ ഇവിടെയും 80 യൂസ് ചെയ്തിട്ട്, ഞാൻ ഡയമെൻഷൻ ചെയ്തിട്ടില്ല, ഡയമെൻഷൻ റൂളൊന്നും യൂസ് ചെയ്തിട്ടില്ല, 80 യൂസ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന പോയിന്റ് AB2 ആണ്. ഈ പോയിന്റ് B2 ആണ്. കാരണം ഇത് പുതിയൊരു പൊസിഷനാണ്. AB2 വരച്ചു. അത് ചെയിൻ ഡബിൾ ഡാഷോ അല്ലെങ്കിൽ തിൻ ലൈനോ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ലോക്കസ് വരയ്ക്കുക, AB2. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്താ? ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ എബോവ് ഡിസ്റ്റൻസ് സെയിം അല്ലേ, ലൈൻ പാരലൽ ടു എച്ച് പി അല്ലേ, എബോവ് ഡിസ്റ്റൻസ് സെയിം അല്ലേ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? ഈ എ ഡാഷിന്റെ ഈ ലോക്കസ് ലൈൻ വരച്ചില്ലേ, ഈ ലൈനിൽ തന്നെയായിരിക്കും ഫ്രണ്ട് വ്യൂ വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ മനസ്സിലാക്കിയതാണ്, ഫ്രണ്ട് വ്യൂ പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ B2 ഡാഷ് ലൊക്കേറ്റ് ചെയ്യണം. B2യുടെ ഫ്രണ്ട് വ്യൂ B2 ഡാഷ്. അപ്പൊ B2 ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിൻ ലൈൻ പ്രൊജക്റ്റ് ചെയ്യാം. എവിടത്തേക്ക്? എ ഡാഷിന്റെ ലൈനിലേക്ക്. എ ഡാഷ് മുകളിലേക്ക് താഴേക്ക് ഒന്നും പഠിച്ചു വരുത്, എ ഡാഷിന്റെ ലൈനിലേക്ക്. ഈ പോയിന്റ് ആയിരിക്കും B2 ഡാഷ്. ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി. AB2നെ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബ്ലൂ ഇങ്ക് കൊണ്ട് തന്നെ വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ എ ഡാഷ് B2 ഡാഷ്. ഓക്കെ, ഇത് രണ്ട് പൊസിഷനിലേക്ക്, അതായത് പാരലൽ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ആക്കുമ്പോഴുള്ള ഈ പുതിയ രണ്ട് ലൈനിന്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്.
ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ എനിക്ക് വീണ്ടും പറയേണ്ടി വരും. ഡൗട്ട് ഉണ്ടോ? അതായത് നിങ്ങൾ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി, ഈ രണ്ട് കണ്ടീഷനിലുള്ള പ്രോബ്ലംസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരുമിച്ച് വരച്ചു. എങ്ങനെ? ഒരു പോയിന്റിന്റെ പൊസിഷൻ കോമൺ ആക്കി എടുത്തുകൊണ്ട്, ആ ലൈനിന്റെ ലെങ്തും കോമൺ ആക്കി എടുത്തുകൊണ്ട്, ഇൻക്ലിനേഷൻ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട്, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി 30 ഡിഗ്രിയും ഇൻക്ലിനേഷൻ വിത്ത് വി പി 45 ഡിഗ്രിയും മാത്രം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് വരച്ചു വെച്ചു. ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ആണോ? ആരെങ്കിലും പറയും ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിന് സെറ്റ് സ്ക്വയർ എടുത്ത് നോക്കുക. കയ്യിലെ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് പൊട്ടിപ്പോയി എന്ന് കരുതുക. കാരണം ഈ എബോവ് ഡിസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പോയിന്റ് ഇൻ എച്ച് പി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെറ്റ് സ്ക്വയർ എടുത്ത് ഇൻ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. എ ഡാഷ് എക്സ്ട്രാ ലൈനിലായിരിക്കും. അതൊക്കെ ഞാൻ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തരാത്തത്. ഓക്കെ, ഇത് ഇവിടെ വെച്ച് നിങ്ങൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ പൊട്ടിപ്പോയി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ ആദ്യം ഇങ്ങനെ ആക്കി വെച്ചു. യുവിൻ്റെ എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു. അതിൻ്റെ ടോപ്പ് വ്യൂ A-B1 വരച്ചു. അടുത്തത് ഈ ലൈനിൽ ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ കിടക്കുന്ന ലൈൻ ഇങ്ങനെ കൊണ്ടുവച്ചു. അതായത് A-B2, A-B2ൻ്റെ ടോപ്പ് വ്യൂ 80 mm 45 ഡിഗ്രി വരച്ചു. അതിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടോ? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ ഉണ്ടാവുക? ഇവിടെ അല്ലേ വരിക? ഫ്രണ്ട് വ്യൂ ഇവിടെ അല്ലേ വരിക? ഓക്കെ, ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും. ഓക്കെ, ഇത് രണ്ടും വരച്ചു വെച്ചു. ഇനിയാണ് കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഞാൻ തിരിച്ചു പോവാം. ഏതിലേക്ക്? ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് വരികയാണ്. എന്താ? ഇതിനെ A-B1 A-B ആക്കാൻ പോവാണ്. അതേപോലെ A-B2 A-B ആക്കാൻ പോവാണ്. അപ്പോൾ ഈ എൻഡ് എക്കൊന്നും സംഭവിക്കില്ല. കാരണം എന്താ? എൻഡ് എ ഫിക്സഡ് ആണ്. എൻഡ് ബിക്ക് കാര്യങ്ങൾ സംഭവിക്കും. ഇതാണോ ഇത് ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ പ്രൊജക്ഷൻ? അല്ല, ഇത് പാരലൽ ടു വി പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. താഴെ കാണുന്ന A-B2ഉം A'-B2' പാരലൽ ടു എച്ച് പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ്. നമുക്ക് വേണ്ടത് പാരലൽ ടു ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ്. അതിനെ ഇപ്പം തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ചെയ്യാൻ ഞാൻ പോകുന്നത്. ഈ എൻഡ് എ ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ബിയിൽ നിന്ന് B1ലേക്കാണ്. അപ്പോൾ B1 നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ എൻഡ് ബിക്ക് എന്ത് സംഭവിക്കുന്നു? എൻഡ് ബിയുടെ ഫ്രണ്ട് വ്യൂവിന് എന്താ സംഭവിക്കുന്നത്? എൻഡ് ബിയുടെ ടോപ്പ് വ്യൂ എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. അതേപോലെ B2ൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ഈ B2 ടു ബി ട്രാവൽ ചെയ്യുമ്പോൾ B2ൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും സംഭവിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്താൻ പറ്റും. ഇനി അത് പറയുന്നതിന് മുമ്പേ ഞാൻ ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ പ്രൊജക്ഷൻ ഇവിടെ വരച്ചു എന്ന് വരും. വരയ്ക്കുന്ന അറിയാം, വരച്ചു എന്ന് വരും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു A'-B' അതിൻ്റെ ഒരു A-B ഉണ്ട്, അതായത് ഫൈനൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ഈ കണ്ടീഷനിൽ കിടക്കുന്ന ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ആ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയുടെ ഇൻക്ലിനേഷൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ലെങ്ത്, അതായത് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ലെങ്ത് എനിക്കിപ്പോൾ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ആ ലെങ്ത് ആയിരിക്കൂലേ A'-B2'ഉം A-B1ഉം? മനസ്സിലാത്തവരുണ്ടോ? അത് ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഈ ഇൻക്ലൈൻ ടു ബോത്ത് ഇത് വെച്ച് തന്നെ പറയാം, പിന്നെ അതിലേക്ക് പിന്നീട് എത്തിക്കാം. ഇപ്പൊ ഇവിടെ ഇത് തന്നെ എടുക്കുക. ഇതാണല്ലോ ഇപ്പൊ കണ്ടീഷൻ, ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി. ഇത് A-B1 ആണ്. അതിന്റെ ഫ്രണ്ട് വ്യൂ A'-B1'ഉം അതിന്റെ ടോപ്പ് വ്യൂ A-B1ഉം വരച്ചു. ഇനി ഇങ്ങനെ കൊണ്ടുപോവാ. മനസ്സിലാവില്ലേ? ഈ ലൈൻ ഇത് ലൈനായിട്ട് മാത്രം കൺസിഡർ ചെയ്തു. ഇവിടെ ഞാൻ ഇത് ലൈനായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. എനിക്ക് അത്ര ലെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഈ സ്റ്റിക്കിന് ഇവിടം വരെ, ഈ എൻഡ് വരെ നീളേണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇതല്ല ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ബിക്ക് എന്താണ് സംഭവിക്കുന്നത്? ബിയുടെ ഫ്രണ്ട് വ്യൂവിന് എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴ് ഒരു പോയിന്റിലായിരിക്കില്ലേ ഫ്രണ്ട് വ്യൂ? 30 ഡിഗ്രി എത്തിയിട്ടില്ല. സോറി, ഇംഗ്ലീഷ് വിത്ത് എച്ച് പി ഓൾറെഡി 30 ഡിഗ്രിയാണ്. ഇനി ഇതിനെന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആക്കണം. ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ 0 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. 5, 10, 20 അങ്ങനെ 45 ഡിഗ്രി ആകുമ്പോൾ വരെയുള്ള ഈ ബിയുടെ ഫ്രണ്ട് വ്യൂവിനെ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെയാണ് അല്ലേ?
കുറച്ചുകൂടെ ഒന്ന് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ഇവിടെ ആയിരിക്കില്ലേ? അങ്ങനെ ഈ ഒരു ലോക്കസിലായിരിക്കില്ലേ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക? അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. ഈ B1 ഡാഷിന്റെയും നമ്മൾ ഫൈനലി ആൻസർ കിട്ടാൻ പോകുന്ന B' ഇല്ലേ, ഒറിജിനൽ ഈ പൊസിഷനിൽ കിടക്കുന്നത്, ആ രണ്ട് പോയിന്റിന്റെയും അല്ലെങ്കിൽ അതിന്റെ ഇൻബിറ്റ്വീൻ എത്ര പൊസിഷൻ എടുത്താലും ഈ ഫ്രണ്ട് വ്യൂ ഒരു ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും. അത് XY ലൈനിന് പാരലായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഫ്രണ്ട് വ്യൂ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലോക്കസ് ലൈൻ ആയതുകൊണ്ടാണ് ചേഞ്ച് ഇൻ ഡബിൾ ഡാഷ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിൻ ലൈൻ യൂസ് ചെയ്യുമായിരിക്കും. അത് ഏത് വേണേൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ലോക്കസിലായിരിക്കും. അതിന് കാരണം എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് HP തീറ്റ ഡിഗ്രി. ഈ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ തീറ്റ അതായത് 30 ഡിഗ്രി ഫിക്സ് ചെയ്ത് കൊണ്ടാണ് ഞാനിത് റൊട്ടേറ്റ് ചെയ്തത്. ആ 30 ഡിഗ്രിയിൽ മാറ്റം വരുന്നുണ്ടോ? അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് HP തീറ്റ ഡിഗ്രി അതായത് 30 ഡിഗ്രി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പോയിന്റ് ബിയുടെ ഒരു ഹൈറ്റ് ഇല്ലേ, അത് 60 mm കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഹൈറ്റ് 60 കിട്ടിയെന്ന് വിചാരിക്കുക. 60 ഒന്നും ആയിരിക്കില്ല, എനിക്കറിയില്ല. നമ്മൾ വരച്ച് നോക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക, ഫൈൻഡ് ചെയ്യേണ്ടി വരും. 60 എന്ന് വിചാരിക്കുക. അത് മാറില്ല, ആ ഹൈറ്റ് മാറില്ല. അതായത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സെറ്റ് സ്ക്വയർ എടുക്കാൻ പറഞ്ഞത്. സെറ്റ് സ്ക്വയർ ഈ സൈഡ് ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ഫിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് മാറില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ഒബ്സർവ് ചെയ്തു, B' ഈ ലൈനിൽ എവിടെയോ ആയിരിക്കും, ഇപ്പുറത്തോട്ടേക്ക് പോകില്ല, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എവിടെയോ ആയിരിക്കും. അതിന്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻക്ലിനേഷൻ വിത്ത് VP ആണ്. അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ ആയോ? B' ഇവിടെയാന്ന് മനസ്സിലായി. ഇനി ഇത് തന്നെ നമുക്ക് തിരിച്ച് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത് കരുതുക. അതായത് ലൈൻ പാരലൽ ടു HP ആൻഡ് ഇൻക്ലൈൻ 45 ഡിഗ്രി വിത്ത് VP. അതായത് ഈ കേസ് ഇവിടെ ഇതിനെ B2 ആണ് ഇവിടെ കാണുന്ന B2 നിന്ന് ബിയിലേക്ക് എത്തിക്കുമ്പോൾ ആ ബിയുടെ ടോപ്പ് വ്യൂ ഈ പൊസിഷൻ നോക്കുക. അതായത് ഈ 45 ഡിഗ്രി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഇൻഫറന്റ് ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? B' ഈ ലൈനിൽ എവിടെയാണ്, അതേപോലെ B ഈ ലൈനിൽ എവിടെയാണ്, അപ്പുറത്തായിട്ട് വരില്ല, ഇപ്പുറത്ത് എവിടെയാണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യം കിട്ടി. എന്താണ്? B' പൊസിഷൻ ഈ ലോക്കസിലായിരിക്കും. ബിയുടെ പൊസിഷൻ അതായത് പോയിന്റ് ബിയുടെ ഫ്രണ്ട് വ്യൂ ഈ ലൈനിൽ എവിടെയായിരിക്കും. പോയിന്റ് ബിയുടെ അത് ഫിക്സ് ചെയ്യാതിരിക്കാത്ത പോയിന്റ്, അതായത് ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഫിക്സ് ചെയ്യാതിരിക്കാത്ത ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് ബിയുടെ ടോപ്പ് വ്യൂ ഈ ലൈനിൽ എവിടെയായിരിക്കും. അത് കാരണം ഓൾറെഡി 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആകുമ്പോഴുള്ള ആ ഇൻഫറന്റ് ഡിസ്റ്റൻസ് ആണ് ബിയുടെ VPയിൽ നിന്നുള്ളത്. അത് ചേഞ്ച് ആകില്ല. അത് ചേഞ്ച് ആകണമെങ്കിൽ ഞാൻ ഇവിടെ 45 ഡിഗ്രി മാറ്റണം. അതേപോലെ ഇവിടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ചേഞ്ച് ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 30 ഡിഗ്രി മാറ്റാം. 30 ഡിഗ്രി മാറ്റുന്നില്ലല്ലോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി, ഫൈ ഈക്വൽ ടു 45 ഡിഗ്രി ആണ്. ഇത് ക്ലിയർ ആയോ? നമ്മൾ ഒബ്സർവ് ചെയ്താണ്, ബൈഫൈറ്റ് ചെയ്തല്ലോ, ഒബ്സർവ് ചെയ്ത. ഇനി അതേപോലെ അടുത്ത ഒരു ഒബ്സർവേഷൻ, അതായത് എൻ്റെ B1 ബിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ടോപ്പ് വ്യൂവിന് എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ നമ്മൾ നോക്കിയത് ഫ്രണ്ട് വ്യൂവിനാണ് ആദ്യം. ഓക്കെ, ബിയുടെ ഫ്രണ്ട് വ്യൂ എന്ത് സംഭവിക്കുന്നു, അത് ഈ സെയിം ലോക്കസിലാണെന്ന് മനസ്സിലായി. ഇനി ഈ ടോപ്പ് വ്യൂവിന് എന്ത് സംഭവിക്കും നോക്കാം. ഇതിന്റെ ടോപ്പ് വ്യൂ B1 ആണല്ലോ, B1 ആണ് ഇതിന്റെ ടോപ്പ് വ്യൂ. ഇനി ഒരു 5 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിച്ചു. എവിടെ നോക്കുക, 5 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിച്ചു, അതായത് ഈ ഇൻക്ലിനേഷൻ 5 ആയി. അപ്പൊ കാണുന്ന ഒരു ടോപ്പ് വ്യൂ ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ. വീണ്ടും ഇൻക്ലൈൻ ചെയ്യിച്ചു, ഒരു പോയിന്റ് ഉണ്ടാവും. അങ്ങനെ എത്ര ഡിഗ്രി വേണം? 45 ഡിഗ്രി എത്തണം. 45 ഡിഗ്രി എത്തുമ്പോഴുള്ള ഈ പോയിന്റുകളുടെ ലോക്കസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ ബിയുടെ പാത്ത് ബി ഇവിടെയാണ് നമുക്കറിയാലോ. ബിയുടെ ലോക്കസ് ഈ ലൈനിൽ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഈ B1 ഇവിടത്തേക്ക് എത്തിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ലോക്കസ് എന്തിലായിരിക്കും? ബിയുടെ ലോക്കസ് എന്തിലായിരിക്കും? നിങ്ങൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്ത കാര്യമാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിപ്പോൾ ബി ആണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫിക്സഡ് ആണ്. ഫിക്സ് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും? ബി ഒരു ആർക്കിലായിരിക്കും.
ആർക്കിന്റെ റേഡിയസ് ഈക്വൽ ടു AB1 ആയി. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പിന്നീട് പറയാമെന്ന് പറഞ്ഞ കാര്യം. നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ടോപ്പ് വ്യൂയുടെ ലെങ്ത് കിട്ടി. ഈ ടോപ്പ് വ്യൂയുടെ ലെങ്ത് ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. കാരണം ടോപ്പ് വ്യൂയുടെ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻക്ലിനേഷൻ വിത്ത് HP മാത്രമാണ്. പൊസിഷൻ അല്ലേ, ലെങ്ത്. ഇൻക്ലിനേഷൻ വിത്ത് HP 30 ഡിഗ്രി ആണെങ്കിൽ ലൈനിന്റെ ലെങ്ത് 80 mm ആണെങ്കിൽ കിട്ടുന്ന ടോപ്പ് വ്യൂ, അത് ഇൻക്ലൈൻ ടു ബോത്ത് ആക്കി കഴിഞ്ഞാലും ആ ടോപ്പ് വ്യൂയുടെ ലെങ്ത് മാറുമോ? മാറുന്നുണ്ടോ? നിങ്ങൾ സെറ്റ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. സെറ്റ് സ്ക്വയറിൽ 30 ഡിഗ്രിയാണ് നിങ്ങളുടെ കയ്യിൽ, സെറ്റ് സ്ക്വയറിൽ 30 ഡിഗ്രിയാണ് കരുതുക. ഇത് 80 mm ആണ് കരുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 60 mm ആണ് ടോപ്പ് വ്യൂ കിട്ടിയെന്ന് കരുതുക. ഇപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു HP ഓൺലി ആണ്, പാരലൽ ടു VP ആണ്. ഇനി ലൈൻ ഇൻക്ലൈൻ ടു VP കൂടി ആക്കുകയാണ്. ലൈൻ ഇൻക്ലൈൻ ടു VP കൂടെ ആക്കുമ്പോൾ ആ ലൈനിന്റെ, അതായത് ടോപ്പ് വ്യൂയുടെ 60 mm ലെങ്ത് ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ 60 mm ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻക്ലിനേഷൻ വിത്ത് HP-യും ഈ ലൈനിന്റെ ലെങ്ത്തുമാണ്. അത് രണ്ടും ചേഞ്ച് ചെയ്യാതെയാണ് നമ്മൾ ഇൻക്ലിനേഷൻ വിത്ത് VP കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ടോപ്പ് വ്യൂയുടെ ലെങ്ത് AB-യുടെ ലെങ്ത്തും AB1 ലെങ്ത്തും സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? AB1 ലെങ്ത്തും AB-യുടെ ലെങ്ത്തും സെയിം ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്താണ് B-യുടെ പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ AB1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സോറി, AB കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? AB1 ആർക്കില്, AB1 റേഡിയസില് ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഈ ബിയുടെ ലോക്കസിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? B കിട്ടും. പോയിന്റ് B കിട്ടും. B കിട്ടിക്കഴിഞ്ഞാൽ AB ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നേരെ റിവേഴ്സ് അടുത്ത കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂലേ? ലൈൻ ഇൻക്ലൈൻ ടു VP ഓൺലി ആൻഡ് പാരലൽ ടു HP. ഇതിനെ ഇൻക്ലൈൻ ടു HP ആക്കുമ്പോൾ, ഇങ്ങനെ ഇൻക്ലൈൻ ടു HP ആക്കുമ്പോൾ ഈ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് വ്യൂ A', ആ ലെങ്ത് ചേഞ്ച് ആകുമോ? ഇൻക്ലിനേഷൻ വിത്ത് HP ആക്കുമ്പോൾ പൊസിഷൻ മാത്രമേ ചേഞ്ച് ആവൂ, ലെങ്ത് ചേഞ്ച് ആകില്ല. കാരണം ഈ കിട്ടിയിരിക്കുന്ന ലെങ്ത് 50 mm എന്ന് കരുതുക. ഈ 50 mm ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യമുള്ളൂ. ഒന്ന് ഇൻക്ലിനേഷൻ വിത്ത് VP, അതായത് 45 ഡിഗ്രിയും ഈ ലൈനിന്റെ ലെങ്ത് 80 mm. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി B' ഈ ലൈനിലാണ്. അപ്പൊ A', B2' റേഡിയസിൽ A' സെന്റർ ആയിട്ട് ആർക്ക് വരച്ച് ഈ ബിയുടെ ലോക്കസിലേക്ക് ഇങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ്. അതേപോലെ AB1 ആർക്ക് വരച്ച് ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ് B. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഈ AB-യും A', B'. ഇതാണ് ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, θ, ട്രൂ ലെങ്ത് ആൻഡ് പൊസിഷൻ ഓഫ് 1 പോയിന്റ് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷനിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പൊസിഷന് ഇതിലേക്ക് കൊണ്ടുവന്നു, ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP-നെ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു HP ആക്കി. അപ്പോൾ കിട്ടുന്ന A', B1', പുതിയ പൊസിഷൻ ആയതുകൊണ്ട് B1', അതിന്റെ ടോപ്പ് വ്യൂ AB1 വരച്ചു. ഇനി ഇതിനെ ഇങ്ങനെ കൊണ്ടുവച്ചു, അതായത് ലൈൻ പാരലൽ ടു VP ആക്കി. അങ്ങനെ ലൈൻ പാരലൽ ടു VP ആകുമ്പോൾ ടോപ്പ് വ്യൂ AB2, ട്രൂ ലെങ്ത് 80 mm, ഇൻക്ലിനേഷൻ 45 ഡിഗ്രി, അതിന്റെ ഫ്രണ്ട് വ്യൂ A', B2' വരച്ചു. ഇനി ഇതിനെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തു, ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ഹൈറ്റ് മാറാത്തത് കൊണ്ട്, അതായത് ഈ എബോവ് ഡിസ്റ്റൻസ് മാറില്ല. കാരണം ഡിഗ്രി 30 ഡിഗ്രി കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് B' ഈ ലൈനിലാണെന്ന് മനസ്സിലായി. അതേപോലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 45 ഡിഗ്രിനെയും 80 mm-നെയാണ്. അത് മാറ്റാതെ ഇൻക്ലിനേഷൻ വിത്ത് HP കൊണ്ടുവരുന്നതുകൊണ്ട് ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും B ഈ ലൈനിൽ എവിടെയോ ആണ്. ഇനി ഈ ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് പാരലൽ ടു VP ആകുമ്പോൾ കിട്ടുന്ന ഈ AB1 ടോപ്പ് വ്യൂയുടെ ലെങ്ത്
അത് ഇൻക്ലൈൻ ടു എച്ച് പി ആക്കുമ്പോഴും ആ AB1 ലെങ്ത്തിൽ മാറ്റം വരുന്നില്ല. അത് നിങ്ങൾ സ്ക്വയർ വെച്ച് ഒബ്സർവ് ചെയ്ത കാര്യമാണ്. കാരണം എന്താ, AB1 മാറില്ല. AB1 മാറാത്തത് AB1 ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 30 ഡിഗ്രിയും ട്രൂ ലെങ്തുമാണ്. 30 ഡിഗ്രിയും ട്രൂ ലെങ്ത് നമ്മൾ മാറ്റം വരുത്താതെയാണ് ഇൻക്ലിനേഷൻ ടു VP കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യമാണ് AB1 ലെങ്ത്തും AB ലെങ്ത്തും, അതായത് ഫൈനൽ ടോപ്പിയുടെ ലെങ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വരച്ചിട്ടില്ല, ഇത് ശരിക്ക് കോമ്പസ് എടുക്കുക. തിന്നാണ്, കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഈ ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ലെങ്ത് മെഷർ ചെയ്തിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇവിടെ വരും, ആർക്ക് വരയ്ക്കുക. ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കരുത്, കോമ്പസ് യൂസ് ചെയ്ത് ആർക്ക് വരയ്ക്കുക. ഈ റൊട്ടേറ്റ് ചെയ്ത ഡയറക്ഷൻ കൂടെ കാണിച്ചു കൊടുക്കുക. ഈ പോയിന്റ് ആയിരിക്കും, ഇത് B2 ഇപ്പുറത്താണ്, ഇതാണ് B2, ഈ പോയിന്റ് ആയിരിക്കും B കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AB വരയ്ക്കാൻ പറ്റും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിന് നേരെ റിവേഴ്സ്, ലൈൻ ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP ആകുന്ന സമയത്ത് കിട്ടുന്ന ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് A', B2'. ആ ലെങ്ത് തന്നെയായിരിക്കും ഇൻക്ലൈൻ ടു HP ആകുമ്പോഴേ ഉണ്ടാവുക. കാരണം ഇൻക്ലിനേഷൻ വിത്ത് VP ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി മനസ്സിലായി B' ഇവിടെയാണെന്ന്. അപ്പോൾ ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക. ആർക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ പോയിന്റ് ആണ് B'. സോറി, ഇത് B' അല്ല, ഇത് B ആണ്. ടോപ്പ് വ്യൂ B, ഇത് B'. B'. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, A', B' തിക്ക് ലൈൻ യൂസ് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി വളരെ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ B' നേരെ താഴെയാണ് B1' നേരെ താഴെയാണ് B1 വരിക. B2 നേരെ മുകളിലാണ്. B2ഉം B2' സെയിം പ്രൊജക്ടറിലാണ്. A' സെയിം പ്രൊജക്ടറിലാണ്. B1' B1 സെയിം പ്രൊജക്ടറിലാണ്. അങ്ങനെയാണെങ്കിൽ B'-ഉം Bയും സെയിം പ്രൊജക്ടറിൽ ആയിരിക്കണം. നിങ്ങൾ ഈ റൊട്ടേറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും ഒരു ലൈനിലായിട്ട് വരും. അല്ലെങ്കിൽ B കിട്ടിക്കഴിഞ്ഞാൽ ഈ ആർക്ക് വരയ്ക്കുന്നത്, അതായത് ഇവിടെ ഈ ആർക്ക് വരയ്ക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് B കിട്ടിക്കഴിഞ്ഞാൽ നേരെ മുകളിൽ B1' ലോക്കസിൽ B' ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഇതാണ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VPയുടെ ഇത്രയും കണ്ടീഷൻ തന്നാലുള്ള ഈ ജനറൽ ആയിട്ടുള്ള കേസ്. ഇനി ഇതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരും, വരയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ സൈഡിൽ ഞാൻ റഫായി വരച്ചു തരും. ഇനി ഇത് എന്തിനാണ് ശരിക്കും, ഇത് നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടീഷൻ റഫായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. അതായത് ഒരു A' ഒരു ലൈൻ, റഫറൻസ് ലൈൻ വരച്ചിട്ട് A' ലൊക്കേറ്റ് ചെയ്ത് θ ഡിഗ്രിയിൽ ട്രൂ ലെങ്തിൽ B1' ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പ് വ്യൂ B1, അതേപോലെ ഇവിടെ 5 ഡിഗ്രി എടുത്ത് ഇവിടെ B2 എടുത്ത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ B2' എടുത്ത് ഇവിടെ B' കിട്ടും. A', B' ഫൈനൽ ഫ്രണ്ട് വ്യൂ, AB ഫൈനൽ ടോപ്പ് വ്യൂ. ഇത് ഞാനിപ്പോൾ വരച്ച പോലെ സ്പീഡിൽ വരയ്ക്കാം, പഠിക്കണം. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരിക, ഈ A', B' ലെങ്ത് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഇവിടെ തന്നിരിക്കുന്നത് B1 അല്ലെങ്കിൽ A', B1' ലെങ്ത് ആണ് 80 mm. A', B1' ഓർ AB2 ലെങ്ത് ആണ് 80 mm ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് തരില്ല, സംടൈംസ് ഇതായിരിക്കും. സംടൈംസ് ഈ 30 ഡിഗ്രി അല്ല, ഈ ആംഗിളിനെയാണ് ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആൽഫ, അതായത് A', B' ഒറിസോണ്ടൽ ആയിട്ട് മേക്കുന്ന ആംഗിൾ, AB ഒറിസോണ്ടൽ ആയിട്ട് മേക്കുന്ന ഈ ആംഗിളിനെ ബീറ്റ എന്ന് പറയും. അപ്പോൾ ചില പ്രോബ്ലത്തിൽ ആൽഫ ആയിരിക്കും, ബീറ്റ ഒക്കെയാണ് പ്രോബ്ലം തരിക. എന്നിട്ട് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റിവേഴ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ വരിക. എന്നിട്ട് നിങ്ങളോട് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതറിയെങ്കിൽ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡാറ്റയാണ് മിസ്സിങ്, ആ ഡാറ്റ എങ്ങനെ കണ്ടെത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ ബി ഡാഷ് കിട്ടി. ഈ ലോക്കസ് അറിയെങ്കിൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബി കിട്ടണമെങ്കിൽ ഒരു പ്രൊജക്ടർ ലൈൻ നേരെ B2ന്റെ ലോക്കസിലേക്ക് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ പ്രൊജക്ടർ ലൈൻ വെച്ച് ബി കണ്ടു. അങ്ങനെ നമുക്ക് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പലരും പല ഞാൻ വാല്യൂ ചെയ്യുമ്പോൾ കാണാറുള്ളതാണ്, നന്നായിട്ട് ബാക്കി 4 മൊഡ്യൂൾസിലെയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഈ ലൈനിലെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു മെത്തേഡ് ഒന്നും ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നുണ്ടാവുക. കാരണം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു മെത്തേഡൊന്നും കാണില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റെപ്പേ ഉണ്ടാവും ആൻസർ. ഡ്രോ എ ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ, ലൊക്കേറ്റ് എ ഡാഷ്, ദെൻ ഡ്രോ എ ലൈൻ മേക്കിംഗ് തീറ്റ ഡിഗ്രി വിത്ത് HP ആൻഡ് എ ഡാഷ് B1 ഡാഷ് ലെങ്ത് ഓഫ് എ ഡാഷ് B1 ഡാഷ് ഈക്വൽ ടു 80 mm. ഇങ്ങനെ സ്റ്റെപ്സ് പറഞ്ഞു പോവുകയുള്ളൂ. ഓക്കെ, ഇതെങ്ങനെ വരയ്ക്കുന്നു എന്നുള്ള സ്റ്റെപ്സ് മാത്രം. എങ്ങനെ കിട്ടിയെന്നോ അത് ഏത് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ അതിലുണ്ടാവില്ല. അത് നമ്മൾ കുറേ ചെയ്യുമ്പോൾ, ഇതിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഇങ്ങനെ കുറേ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് സയൻസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 20 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ മിക്കവാറും ഈ ഫസ്റ്റ് സീരീസിന് ഈ ലൈൻസ് മാത്രമേ ലൈൻസ് വരെ സൈൻസ് സ്റ്റാർട്ട് ചെയ്താൽ അതേ ഉണ്ടാവും. അതുകൊണ്ട് കുറേ പേർക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇത് പലർക്കും ആൻസർ കിട്ടില്ല. കാണുമ്പോൾ എളുപ്പമാണ് വരയ്ക്കാനൊക്കെ, വളരെ സിമ്പിളാണെന്നൊക്കെ തോന്നുന്നു, കൂടുതൽ വരയ്ക്കാനില്ലാന്ന് തോന്നും. ബട്ട് ഈ ഒരു പ്രൊസീജിയർ ക്ലിയർ ആയില്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് വേറെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ മാത്രം തരും ഹോംവർക്കായിട്ട്, ഇതോടെ വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പഠിക്കണം. ഇത് പഠിക്കാതെ എനിക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാവരും വരയ്ക്കണം. ഇത് ഒന്നുകിൽ റഫായിട്ടെങ്കിലും തൽക്കാലം ഇത് വരച്ച് വെക്കുക. ഓക്കെ, റഫായിട്ടെങ്കിലും വരച്ച് വെക്കുക. ഫെയർ ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എഴുതുക, ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, റൊട്ടേറ്റിംഗ് ലൈൻ ആൻഡ് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ്. അതിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. ഓക്കെ, റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ straight line AB 80 mm long, straight line AB 80 mm long is inclined 30 degree to HP and 45 degree to VP. Is inclined 30 degree to HP and 45 degree to VP. Its end A is 20 mm above HP and 15 mm in front of VP. Okay, its end A 20 mm above HP and 15 mm in front of VP. Okay, ഇവിടെ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP and VP, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഇങ്ങനെ രണ്ട് ഇൻക്ലൈൻ ലൈൻ കിട്ടി എന്നുള്ള ഒരു അസംഷനിൽ, അതായത് നമുക്ക് ഇവിടെ എ ഡാഷ് ബി ഡാഷ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയല്ല ചെയ്തത്. നമ്മൾ എ ഡാഷ് B1 ഡാഷ് യൂസ് ചെയ്തിട്ട് എ ഡാഷ് ബി ഡാഷ് ചെയ്ത് ആൽഫ ഡിഗ്രി ബീറ്റ ഡിഗ്രി ഒക്കെ തന്ന് നമുക്ക് ഇത് വരാൻ പറ്റുക എങ്ങനെ ഇത് ചെയ്യുന്നതാണ്. കാരണം ഇതറിയാം. ഇതറിയെങ്കിൽ ഇവർ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നേരെ റിവേഴ്സ് ആയിട്ട് പറയുന്നതാണ്. അങ്ങനെ നേരത്തെ മനസ്സിലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് എ ഡാഷ് ബി ഡാഷും എ ബിയും അറിയെങ്കിൽ ഉണ്ടോ, ബീനെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈന് പാരലൽ. അതിനേക്കാൾക്ക് നല്ല നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് ബൈ ഹാർട്ട് ടൈപ്പ് ചെയ്യുന്നതാണ്. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യമാണ് അല്ലേ. നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ പറഞ്ഞു തരാത്തത്. ഓക്കെ, ഇത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയാം. ഇതായിരിക്കും എന്ത്, B1 ഡാഷ് കിട്ടിയാൽ ഇത് എ ഡാഷ് B1 ഡാഷ്, അതായത് ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും. ഈ ആംഗിൾ ആയിരിക്കും നമ്മൾ നേരത്തെ കേസിൽ തീറ്റ, അതായത് 30 ഡിഗ്രി. നമ്മൾ തുടങ്ങിയത് 30 ഡിഗ്രി ട്രൂ ലെങ്ത് വരച്ചിട്ട് ബിയും എയും ബി ഡാഷും കാണാണ്. നേരെ റിവേഴ്സ്. ഇതും കൂടെ വരുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അത് ട്രൂ ലെങ്ത് ആണ്. ഇനി അത് തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് എടുക്കുന്നു. എ ഡാഷ് ബി ഡാഷും എ B1 അറിയെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതാണ് ബി ഡാഷ്.
അത് B1 നമ്മളിവിടെ B2 എന്നാവും കേട്ടോ. B2 അറിയെങ്കിൽ ഇവിടെ കിട്ടുന്നതാണ് B ഡാഷ്. അങ്ങനെ ഇത് രണ്ടും വരുമ്പോൾ എ ബിയും എ ഡാഷ് ബി ഡാഷ് കിട്ടും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ട്രൂ ലെങ്ത്, അതായത് ഇത് കണ്ടിട്ട് തീറ്റ എടുത്തിട്ട് ഇവിടെ B1 ഡാഷിന്റെ ടോപ്പ് വ്യൂ, ഇവിടെ B1 ലൊക്കേറ്റ് ചെയ്തു. അതേപോലെ ട്രൂ ലെങ്ത് ഫൈ നമ്മൾ 45 ഡിഗ്രി എടുത്തിട്ട് B2 കൊടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ B2 ഡാഷ് എടുത്തു. എന്നിട്ട് B1 ഇവിടത്തേക്ക് ആർക്ക് വരച്ച് B കണ്ടു, B2 ഡാഷ് ഇവിടത്തേക്ക് ആർക്ക് വരച്ച് B ഡാഷ്. അതിന് കാരണം ഉണ്ടായിരുന്നു, ഇത് സെയിം ലൈനാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് സെയിം ലൈനാണ് മനസ്സിലായിട്ടുണ്ട്. ടോപ്പ് വ്യൂടെ ലെങ്ത് ഫ്രണ്ടിയുടെ ലെങ്തും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ആകുന്നില്ല, ലെങ്ത് സെയിം ആണ്, പൊസിഷൻ മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ. അതായത് ലൈൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP ആകുമ്പോൾ ടോപ്പ് ലെങ്ത് AB യും, ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP ആകുമ്പോൾ ടോപ്പ് ലെങ്ത് AB യും ലെങ്ത് സെയിം ആണ്. അതായത് AB1 ഈക്വൽ AB ആണ് നമ്മൾ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതറിയാം, കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തീറ്റ മാത്രമാണ്. അതേപോലെ ഇവിടെ A ഡാഷ് B2 ഡാഷ് ഈക്വൽ ടു A ഡാഷ് B ഡാഷ് നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്നും പറയാതെ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ക്ലിയർ ആക്കി. ഇനി ക്ലിയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് കണ്ടീഷൻ. ഇതൊക്കെ നോട്ട് ചെയ്ത ട്രൂ ലെങ്ത് A ഡാഷ് B1 ഡാഷും AB അല്ല കേട്ടോ, നമുക്കിത് AB2 ആണ് കേട്ടോ, AB2. ട്രൂ ലെങ്ത് വിത്ത് HP തീറ്റ, ഫൈ, ആംഗിൾ ഓഫ് ഫ്രണ്ട് വ്യൂ വിത്ത് XY ലൈൻ ആൽഫ, ആംഗിൾ ഓഫ് ടോപ്പ് വിത്ത് XY ലൈൻ ബീറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു ജനറൽ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത്, ഇതുണ്ടോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ, അത് ഒരു ഡാറ്റ ആയിട്ട് വരും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടത് മനസ്സിലായില്ല, കാരണം ഇത് വളരെ ഫോണ്ടിലുള്ളത്. ഇതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്താണ്, മറ്റേതിലേക്ക് വരിക, പബ്ലിക് വീഡിയോയിലേക്ക് വരുമ്പോൾ കറക്റ്റ് ചെയ്യും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് പ്രൊജക്ടേഴ്സ് A ഡാഷ് A, B ഡാഷ് B, കുറേ പ്രൊജക്ടേഴ്സ് ഉണ്ട്. ഇതിൽ എൻഡ് പോയിന്റായ എയുടെയും ബിയുടെയും രണ്ട് പ്രൊജക്ടേഴ്സ് ഉണ്ടാവില്ലേ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ അറിയാം, ഈ ഫിഗർ നോക്കിയിട്ട് കണ്ടോ രണ്ട് ലൈന് വരച്ചേക്കാം. നമുക്കറിയാം ഇതിലായിരിക്കും A ഡാഷും ഇതിലായിരിക്കും B ഡാഷ് വരിക, ഇതിലായിരിക്കും A വരിക, ഇതാണ് B വരിക. ഓക്കെ, കുറെ കാര്യങ്ങൾ കിട്ടി. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്.